ഹായ് ഓൾ, ഞാൻ രതീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുടുംബശ്രീയുടെ ഒരു വ്യത്യസ്തമായ സംരംഭമാണ് പരിചയപ്പെടുത്തുന്നത്. ധാരാളം നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുടുംബശ്രീയുടെ ധാരാളം സംരംഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വിജയഗാഥയുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള വളർന്നു വന്ന വഴികളും അതുപോലെ പെട്ടെന്നുണ്ടായ വളർച്ചകളും ഒക്കെ പ്രതിപാദിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. മലപ്പുറം ജില്ലയുടെ എടവണ്ണയിലുള്ള ലെച്ചൂസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എടവണ്ണ പഞ്ചായത്തിലെ കുടുംബശ്രീയിൽ 14-ാം വാർഡില് ADSന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. കുടുംബശ്രീയിലെ അംഗമായിക്കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ചെറിയ രീതിയിൽ ഒരു സംരംഭം തുടങ്ങി ഇന്ന് വളരെ വലിയൊരു സംരംഭം സ്വന്തമായിട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന പുഷ്പലി ചേച്ചിയാണ് നമ്മളൊപ്പം. ചേച്ചി ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് ഈ സംരംഭം തുടങ്ങിയിട്ട്? ഞാൻ സംരംഭം തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷമായി. എങ്ങനെയാണ് കുടുംബശ്രീയുടെ കുടുംബശ്രീയിൽ വന്നത് 2011. സംരംഭം സ്റ്റാർട്ട് ചെയ്യണത് 2018. സ്ത്രീകൾക്കൊരു സമ്പാദ്യ പദ്ധതി ഉണ്ടല്ലോ, അതിൽ നിന്ന് 5000 രൂപ ത്രിഫ്റ്റ് ലോൺ എടുത്തിട്ട് ഈ 8 വർഷം കൊണ്ട് ഞാൻ അറിയാതെ തന്നെ ഞാൻ വളർന്നു. കുടുംബശ്രീയുടെ ഒരു സംരംഭം എന്നുള്ള ഒരു പേര് എല്ലാവർക്കും നന്നായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നാണെങ്കിലും എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുടുംബശ്രീ മേളകളിലും അല്ലാതെയും പുറത്തേക്ക് ചെന്നൈ, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ എല്ലാവരും ഗൾഫിലേക്ക് പോകുമ്പോൾ അച്ചാറിട്ട് കൊടുക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഈ 8 വർഷം കൊണ്ട് ഓരോരോ 1-2 ഉൽപ്പന്നങ്ങൾ കൂടി അങ്ങനെ വന്നു. കുടുംബശ്രീയുടെ മേളകളൊക്കെ സാന്നിധ്യമാണ്. ചേച്ചിയുടെ ഐറ്റംസ് കൊണ്ടുപോയി വീണ്ടും ചോദിച്ചു വന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ ജില്ലാ മിഷനൊക്കെ നല്ല സപ്പോർട്ട്. ട്രെയിനിങ് ഒക്കെ തന്നു. പിന്നെ കഴിഞ്ഞ വർഷം 2024 ഒരു 20 ദിവസത്തെ ട്രെയിനിങ്. ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ഒരു ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതല്ല. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയിട്ട് നല്ലൊരു തൈര്, അത് ഒരു ട്രെയിനിങ് കഴിഞ്ഞത്, ഒരു 1 ഡേ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ പിന്നെ ഒരു 40 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു തൈര് മിഷ്യൻ വാങ്ങിച്ച് അതില് മോര്, മസാല മോര്, നാടൻ നെയ്യ്, പിന്നെ പനീർ, ഇതെല്ലാം ഇപ്പൊ അതാണ് ലാസ്റ്റ്. ഇനിയിപ്പോ ഒന്നും കൂടി ചെയ്യാൻ പോവാണ്. 60 വയസ്സ് പൂർത്തിയായി. ഇപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ചെയ്യാൻ പോണത് ചക്കേന്റെ മൂല്യവർദ്ധന യൂണിറ്റ് ആണ്. കുടുംബശ്രീയില് ഏതൊക്കെ രീതിയിലുള്ള ആദ്യം ഒരു ലോൺ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം 5000 രൂപ ത്രിഫ്റ്റ് ലോൺ എടുത്തിട്ട് ചെയ്തു. അതിൽ നിന്ന് വിജയം കണ്ടെത്തിയ ഒരു വ്യക്തി. സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ കുടുംബശ്രീ വഹിക്കുന്ന ഒരു വലിയ പങ്കാണ് നമുക്ക് വെളിവാകുന്നത്. നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, പണവും കിട്ടുന്നുണ്ട്, അതുപോലെ അവരുടെ എല്ലാ മിഷനറി ഉപയോഗിച്ചുള്ള സഹായം പഞ്ചായത്ത് തലം മുതൽ ജില്ലാതലം വരെ എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ജില്ലാ മിഷന്റെ MECമാരുണ്ടാവും, അവരെല്ലാം ഫുൾ സപ്പോർട്ടും എല്ലാവരും. ജില്ലാ മിഷൻ ആണെങ്കിലും അതിലുള്ള സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ CDSും. പിന്നെ കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് PMFP ഫണ്ടിലൂടെ ഡ്രയറും സീലിംഗ് മെഷീനും പാക്കിംഗ് മെഷീനും, പിന്നെ മഞ്ഞളെണ്ണ, പിന്നെ അതേപോലെ എന്താ പറയാ ഈ PE പൊള്ളനുള്ള വെളിച്ചെണ്ണ, പിന്നെ കുറെ സംഭവങ്ങളുണ്ട്. 40 പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പൊ. ചെറുകിട മൂല്യവർദ്ധന യൂണിറ്റ് അല്ലേ? അതിൽ JLG എന്ന് പറഞ്ഞ ഈ കുടുംബശ്രീ തന്നെ JLG എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൽ നമുക്ക് സ്ത്രീകൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബാങ്ക് വഴി 3 ലക്ഷം രൂപ കിട്ടും. എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് പാട്ടകൃഷി ചെയ്യാം. സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ അതിലും കൃഷി ചെയ്യാം. ഞങ്ങൾക്ക് വിപണന കേന്ദ്രം എന്ന് പറഞ്ഞാൽ മാസം കുടുംബശ്രീ ചന്ത ഉണ്ടാവും. പിന്നെ ആഴ്ച ചന്ത ഉണ്ടാവും. ആഴ്ച ചന്ത എന്ന് പറഞ്ഞാൽ ഈ JLG കർഷകർക്ക് ആഴ്ചയിൽ ചന്ത വയ്ക്കും. അപ്പോൾ അതിലും പങ്കെടുക്കും. അപ്പോൾ നമ്മളെ ഈ എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടില്ല. സ്ത്രീകൾക്ക് ഏറ്റവും ഉയരാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് കുടുംബശ്രീ തന്നെയാണ്. അതിലുള്ള ഓരോ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റും വെച്ചാൽ സ്ത്രീകൾക്ക് എവിടെയും തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു അനുഭവം വരില്ല. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. നല്ലൊരു മാസവരുമാനം കണ്ടെത്താൻ പറ്റി എനിക്ക് അതിലൂടെ. അപ്പോൾ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ കുടുംബശ്രീയാണ്. എനിക്ക് ഇത്രയും നല്ലൊരു വരുമാനം ആക്കിത്തരാൻ കുടുംബശ്രീയിലൂടെ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കഴിഞ്ഞത്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലുണ്ട്. അവരൊക്കെ ഈ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. എങ്ങനെ വേണമെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ഇന്നും 60ന്റെ നിറവിൽ എനിക്ക് ഒരാളെയും ആശ്രയിക്കാതെ കുടുംബത്തിന് എന്നും ഒരു താങ്ങും തണലായിട്ട് നിൽക്കാൻ കഴിഞ്ഞാലും എനിക്ക് നല്ലൊരു മാസവരുമാനം സാധിച്ചു. ഇതാണ് നമ്മൾ കുടുംബശ്രീയുടെ ഇന്നത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. വെറുതെ ഏതെങ്കിലും അടുക്കളയിൽ ഒരു കോണിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു വീട്ടമ്മ ഇത് ഇത്രയും നല്ല ഒരു സംരംഭകയായിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി അർപ്പണത്തോടുകൂടി ജീവിക്കാനും സംസാരിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരു വരുമാനം എല്ലാ മാസവും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുടുംബശ്രീ നൽകുന്ന സപ്പോർട്ട്, അതാണ് കുടുംബശ്രീയുടെ ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ കാലത്തിന്റെ പ്രാധാന്യം അത് തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.